നിങ്ങളുടെ പക്ഷത്ത് ആരുമില്ലല്ലോ, വിശ്വാസികൾ കുറവല്ലേ ഏകീകൃത കുർബാനയുടെ പക്ഷത്ത്? നമ്മളെ കിഡ്നാപ്പ് ചെയ്തും കൊണ്ട് തടവറിലാക്കിയും കൊണ്ട് കുറവല്ലേ എന്ന് പറയണേൽ എന്താണ് അതിനകത്ത് ന്യായം ഇരിക്കണതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാര്യം ഏകീകൃത കുർബാന നടപ്പിലാകൊണ്ടടുത്ത് ജനാബ് കുർബാന നടപ്പിലാക്കിയും കൊണ്ട് നിങ്ങൾക്ക് ആളില്ലേ എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല. ആ പിതാക്കന്മാരോട് ഞാൻ വെല്ലുവിളിക്കുന്നു, പിതാവേ, നിങ്ങൾ പരിശുദ്ധ അരൂപി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വാക്ക് ശരിക്കും ഞാൻ ആ വാക്കിന് യാതൊരു വിലയില്ല, അർത്ഥമില്ലെന്ന് ഞാൻ ഞങ്ങൾ ധൈര്യമായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ പറയുന്നു, പിതാവിനെ വെല്ലുവിളിക്കുന്നു. ഏത് പിതാവിനും, പ്രാബല്യം പിതാവ്, ഈ പറയുന്ന പ്രാബല്യം പിതാവ്, തട്ടിൽ പിതാവിനെയും ഏത് പിതാക്കന്മാരും ആത്മായ പ്രവർത്തകരെയും ഞാൻ വെല്ലുവിളിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനാബ് കുർബാന നടത്തുന്ന ഏത് ഇടവകയിലും സ്വാഭാവികമായിട്ട് മനസ്സ് വേദനിച്ചിട്ടാണ് വന്നത്. സ്വയം മനസ്സോടുകൂടി കടന്നവനല്ല. ആ ദിനചര്യമായിട്ടുള്ള പോയിക്കൊണ്ടിരിക്കുന്ന കുർബാനകളും കാര്യങ്ങളും പങ്കെടുത്തു പോകണമെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം എന്നാണ്. അല്ലെങ്കിൽ ഇല്ലിസിറ്റീവ് കുർബാന കാണണമെന്ന് ആഗ്രഹിച്ചു വന്നവരല്ല. മനസ്സിലായ? അതുപോലെ വിഭൂതി ബുധനാഴ്ച, നമ്മൾ തിങ്കളാഴ്ചയാണ് സീറോ നസ്രാനി സുറിയാനിക്കാർ ചെയ്യുന്നത്. സിറുവാക്കർ, പാല, ചങ്ങനാശ്ശേരി, അങ്ങനെ തൃശ്ശൂർ, ചില എല്ലാം ഉപജാതി രൂപതയിലുള്ള മിക്ക ആൾക്കാരും ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ്. എന്നാലും 50 പൂർത്തിയാവുള്ളൂ. നമ്മൾ 50 നോയമ്പ് എന്നുള്ള അർത്ഥം വരുള്ളൂ. 50 നോയമ്പ് 50 നോയമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ചിട്ട ഉപവാസവും പ്രാർത്ഥനയും ദൈവത്തോട് അടുത്തിരിക്കുക എന്നുള്ളൊരു ഇതാണ് നമ്മൾ ആ ദിവസത്തെ നമ്മൾ കാണുന്നത്. അത്തരം പ്രാധാന്യമാണ് വിഭൂതി ബുധനാഴ്ച ബൈബിൾ എഴുതി ആയിക്കോട്ടെ. ക്രൈസ്തവർ ഈ സീറോ നസ്രാനി സഭയിലും മാത്രം എടുത്ത് പറയാനുള്ളത് ആ രീതിയിൽ അനുവദിച്ചേക്കുന്നത് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് എല്ലാ പള്ളികളും സുറിയാനിക്കാരും നസ്രാനും സുറിയാനും പരമ്പരാഗതമായിട്ടുള്ള പാരമ്പര്യമുള്ള ആ തറവാടിയും മഹിമയുമുള്ള ആ പശ്ചാത്തലത്തിൽ വന്നേക്കുന്നവരാണ് കൂടുതലും ഈ സീറോ മലബാർ സഭയിൽ, നസ്രാനി സഭയിലുള്ള അവർ കുരിശ് വരച്ച്. ഇപ്പോൾ ഞാനും സെൻറ്റ് തോമസ് മൗണ്ടിൽ വെച്ച് ഞങ്ങളുടെ കുറച്ച് പ്രതിഷേധ പ്രകടനത്തിന് വന്നവരും കൂടി ഞങ്ങൾ കുരിശ് വരച്ച്. അതിനകത്ത് ആത്മസംതൃപ്തി ഉണ്ട്. കാരണം ഈ സീറോ മലബാർ പള്ളിയിൽ നിന്നും കൊണ്ട് നമുക്കത് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും അത് കൊടുത്ത്. ഇന്ന് ബുധനാഴ്ച പള്ളിയിൽ പോകണമെന്നില്ല, ആ ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ വിഭൂതി എന്ന് പറഞ്ഞിട്ട് ഈ കുരിശ് വരയ്ക്കുന്നവരുണ്ട്. മനസ്സിലായോ? അപ്പോൾ പള്ളിയിൽ പിള്ളേർ പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പിതാക്കന്മാർ ഒന്ന് ചിന്തിക്കുക, ജനാബ് കുർബാന വന്നുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന്. ഞാൻ വെല്ലുവിളിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, ഒരു വെല്ലുവിളി. നിങ്ങൾ ഒന്നാമത്തെ കുർബാന, രണ്ടാമത്തെ കുർബാന, മൂന്നാമത്തെ ഏകീകൃത കുർബാന നടത്ത്. ആളുകൾ ഇതിൽ കൂടുതൽ ഒരു 10 പേര് വെച്ചെങ്കിലും കൂടും ഒന്ന് കാണുക. അപ്പം പറയും ജനാബുകാർക്ക് ആളില്ലല്ല ഏകീകൃത കുർബാനയെന്ന് തിരിച്ചു പറയും നിങ്ങൾ. അപ്പം തന്നെ നിങ്ങളത് ഏകീകൃത കുർബാന നടപ്പിലാക്കാതെ ജനാബ് കുർബാന നടപ്പിലാക്കിക്കൊണ്ട് ആളുകൾ ജനാബ് കുർബാന കാണാൻ വരണമെന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥമുണ്ട്? എന്ത് ന്യായവും കിടക്കുന്നുണ്ട്? ഒരു ന്യായമില്ല. നിങ്ങൾ അനുസരണക്കേട് കാണിക്കലും മാത്രമല്ല, എന്നിട്ട് ഈ കർത്താവിനെ ഈശോമിശിഹായെ പഞ്ഞിപ്പതമാക്കിയും കൊണ്ട് കുരിശിൽ കിടത്തിക്കൊണ്ട് യൂതര് ആക്രോശിച്ചവരാ, നീ ദൈവപുത്രനാണെങ്കിൽ നിനക്ക് കുരിശിൽ നിന്ന് താഴെ ഇറങ്ങി വന്നൂടെ എന്നുള്ള പരീക്ഷണം, പ്രലോഭനങ്ങൾ. 40 ഈ നൊയമ്പ് കാലത്ത് ഈശോ അനുഷ്ഠിച്ച ആ മാതൃക നമ്മൾക്ക് പകർന്നു തന്ന നൊയമ്പുകാലം സാത്താൻ വന്ന് പരീക്ഷിച്ച്, നിനക്ക് ഈ കാണും മുഴുവനും സമ്പത്ത് മുഴുവൻ നിനക്ക് തരാം, നീ എന്നൊന്ന് വന്നിച്ചാൽ മതി, ആരാധിച്ചാൽ മതി, നിനക്ക് കല്ലിനെ അപ്പമാക്കിക്കൂടെ? പ്രലോഭനം. നിന്റെ കർത്താവായ ദൈവത്തെ നീ പരീക്ഷിക്കരുത് എന്ന് യേശു പറഞ്ഞപ്പോഴാണ് സാത്താൻ അവിടുന്ന് വിട്ടുപോയത്. എന്ന് പറഞ്ഞ കർത്താവ് ഈശോമിശിഹായെ തിരുശരീരം തിരുരക്തയും അവഹേളിച്ചും കൊണ്ട് ഈ ദുർഭൂതങ്ങളെപ്പോലെ പിതാക്കന്മാരെ ഒരു പരീക്ഷണം വിശ്വാസികളെടുത്ത് ഇറക്കരുത്. ഞങ്ങളുടെ തടവറയിലാക്കിയും കൊണ്ട് തടവറയിലാക്കിയേക്കനെയാണ്. ഞങ്ങൾക്ക് ദേവാലയത്തിൽ ഞങ്ങൾ പരമ്പരാഗതമായിട്ടും മാതാപിതാക്കൾ അനുഷ്ഠിച്ചു പോകുന്ന പ്രാർത്ഥനകളും കാര്യങ്ങളുള്ള ദേവാലയമാണത്. അവിടെ കയറി നിങ്ങൾ അള്ളിപ്പിടിച്ചും കൊണ്ട് ഈ ജനാബ് കുർബാന മാത്രമേ ഉള്ളൂ ഇവിടെ കൂടുതൽ ആൾക്കാർ വന്നത്, അവർക്കാണ് കൂടുതൽ സപ്പോർട്ട് എന്ന് പറയണേൽ ഒരു ന്യായീകരിക്കാനില്ല. അത് മുട്ടായിത്തരം
അത് തടവറിലാക്കിയാണ് നിങ്ങളുടെ ഈ പറയുന്ന പിശാശി പ്രലോഭിപ്പിച്ചവരാ തൊടുന്ന ഈ മുടുന്ന ന്യായങ്ങളും പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാജ പ്രചരണമാണത്. ഞങ്ങളെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടി. ശരിയല്ലേ? നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ ഒന്നാമത്തെ ഖുർആൻ രണ്ടാമത്തെ ഖുർആനും ജനങ്ങൾ കൂടി വന്ന സ്ഥലത്ത് ഈ ഏകീകൃത കുർബാനടുത്ത് ആളുകൾ ഉണ്ടാവില്ലെന്ന് അപ്പം അറിയാം. അഥവാ വരാത്തവർ ശരിക്കും സാത്താൻ മക്കളാണ്. കാര്യം അനുസരണ ഇല്ലാത്തവർ സഭയ്ക്ക് വരാൻ പാടില്ല. അപ്പോൾ ഇക്കോട്ടെ, വിട്ടുകളയണം, വരാതിരിക്കണേ നല്ലത്. അവർ പിന്നെ അടുപ്പിക്കരുത്. സഭയെ പിന്നെ കീറിമുറിക്കും, നശിപ്പിക്കും. അത് വന്നിരിക്കും. ഇവിടെ ഏകീകൃത കുർബാനയ്ക്ക് ആളുകൾ കൂടിയിരിക്കും, അതിന് ആത്മീയത കൂടും, ദൈവത്തോട് ചേർന്ന് നിൽക്കും, ഉപവാസത്തോട് ദൈവത്തോട് ചേർന്ന് നിൽക്കും. ഇതാണ് ക്രിസ്തു പഠിപ്പിച്ച ആത്മീയ വളർച്ച. മക്കൾക്ക് തലമുറകളുടെ അനുസരണം എത്ര മഹത്തരമാണ്. അല്ലാണ്ട് ഈ ചില അച്ഛന്മാർ നിയമ ലീഗലായിട്ട് പഠിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് പഠിച്ചിട്ടുണ്ട്, എഞ്ചിനീയർ പഠിച്ചുകൊണ്ട് അത് ആ നിയമം നല്ല കുടുംബങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച വൈദികരും ഇങ്ങനെ പിതാക്കന്മാരുണ്ട്. അത് മനസ്സിലാക്കാതെ, വിശ്വാസ മനോവേദന തിരിച്ചറിയാതെ ഇവരൊക്കെ എന്തെന്ന് പറയാൻ പറ്റും? ഞാൻ എപ്പോഴും അച്ഛന്മാരോട്, ഞാൻ ചില അച്ഛന്മാരോട് പറയും, ഞാൻ ഞാറക്കപ്പള്ളിയാണെങ്കിലും ആ ഒരു ഡീക്കനായിട്ടുള്ള ബ്രദറോട് പറഞ്ഞ്, നിങ്ങൾ ഈ ഷർട്ടും പാൻറ്റും ഇടരുതട്ടാ, അതൊരു കാപട്യത്തിൻ്റെ ലക്ഷണമാണ്. നിങ്ങൾക്ക് പരിശുദ്ധ ഒരു വസ്ത്രമുണ്ട്, സഭാവസ്ത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ഈ വൈദികർക്കാണെങ്കിലും അത് കൃത്യമായിട്ട് അത് ധരിക്കുക. മനസ്സിലായോ? അത് ധരിക്കുക. ഒരു 2 മുഖം 3 മുഖമായിട്ട് കാപട്യത്തിൻ്റെയും നല്ലതിൻ്റെയൊക്കെ ഈ വെള്ളിച്ച കുഴിമാടങ്ങളെ പോലെ ശവന്തീനികളായിട്ട് പോകരുത്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, അത് പരിശുദ്ധിയുടെ വസ്ത്രമാണ്. അങ്ങനെയുള്ളവർക്ക് വഴിതെറ്റി പോകാൻ പറ്റില്ല. അടിയിൽ പാൻറ് ഇട്ടോ, ട്രൗസർ ഇട്ടോ, അത് വേണം, നിർബന്ധമായിട്ട് വേണം. എന്നിട്ട് ലോഹ വസ്ത്രം, പരിശുദ്ധ വസ്ത്രം, അത് ദൈവത്തിന് സൂചിപ്പിക്കും. ക്രിസ്തുവിൻ്റെ വസ്ത്രമായിട്ടാണ് അതിനെ കാണുന്നത്. അത് ഇഷ്ടപ്പെടാതെ ചില കുമ്പസാരങ്ങൾക്ക് വൈദികർ വരുമ്പോൾ നല്ല തുറന്ന സ്ഥലത്ത് ദേവാലയങ്ങളിൽ ഒരു സ്ത്രീ അത് പാട്ടിലാക്കിക്കൊണ്ട് കുമ്പസാരത്തിൻ്റെ വേദന കൊണ്ട് ഒരു കുമ്പസാരക്കൂട്ടിൽ എന്ന് കഴിഞ്ഞാൽ ആർക്കും സംശയിക്കാൻ പറ്റില്ല. അവളുടെ ഇംഗിതങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരുടെ ആകർഷണനായി അച്ഛൻ അങ്ങനെ അതിൻ്റെ രഹസ്യം ജഡിക മോഹമുള്ള അച്ഛനാണെങ്കിൽ അത് ചൂഷണം ചെയ്ത് വിശുദ്ധ വന്നിരുമെന്ന് അവർക്കറിയില്ല. ചൂഷണം ചെയ്യണവർക്ക് ഈ തെറ്റായ മാർഗത്തിൽ പോകുന്ന ഒരു വൈദികർ അത് എളുപ്പ വഴിയാണ്. കുമ്പസാരം എന്നുള്ള കാരണം കൊണ്ട് സ്ത്രീകളെ വശീകരിക്കുക, പാവങ്ങൾ അവരുടെ ബലഹീനതകൾക്ക് ഊറ്റി മനസ്സിലാക്കിയും കൊണ്ട് അതിന് ഇന്ന വഴിയിലാക്കാനും അതിൻ്റെ വഴിയിൽ വരുത്താനും ജഡികമായ കാര്യങ്ങളിൽ ഏർപ്പെടാനും എളുപ്പമാണ്. അപ്പോൾ വേറെ കാര്യം, അപ്പോൾ അതെന്ത് ചെയ്യും? വസ്ത്രം ഇട്ടുകൊണ്ട് കുമ്പസാരിച്ച് വിവരങ്ങളൊക്കെ എല്ലാം അറിഞ്ഞ്, കുമ്പസാരം എന്നുള്ള വ്യാജേന കുമ്പസാരിച്ച് വിവരങ്ങളൊക്കെ എല്ലാം അറിഞ്ഞ്, നീ ഇന്ന സ്റ്റോപ്പിൽ വന്നോ, ഇന്ന ലോഡ്ജ് നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ അച്ഛനും സുപ്രഭാതത്തിന് അതിന് അത്യാവശ്യമൊന്നും പറഞ്ഞിട്ട് ലോഹൊക്കെ എടുത്ത് മാറ്റി ഷർട്ടും പാൻറ്റും ഇട്ട് കഴിഞ്ഞാൽ ആർക്കാണ് സംശയം ഉണ്ടാവണം? ആർക്കും സംശയം ഉണ്ടാവില്ല. ആവശ്യം കഴിഞ്ഞ് അവരുടെ സുഖ സൗകര്യങ്ങളെല്ലാം ജനീയമോഹങ്ങളിലേക്കും ജനീയമായ കാര്യങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ലോഹം ഇട്ടാൽ മതിയല്ല. അപ്പോൾ അതിനൊരു അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് ഈ ലോഹം ഇടാതെ ഈ പാൻറ്റും ഷർട്ടും ഇപ്പോഴത്തെ ആളുകൾക്ക് സൗകര്യം. ഞാനൊരു അച്ഛനോട് തർക്കിച്ചപ്പോൾ പറയുന്നത്, അച്ഛന്മാർ ഈ ലോഹം ഇട്ടും കൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടില്ല അച്ഛന്മാർക്ക്. അപ്പോൾ ഷർട്ടും പാൻറ്റും ഇട്ടാണെങ്കിൽ ഇടിച്ച് കയറാമെന്നാണ് ആ അച്ഛൻ പറയണത്. ഷർട്ടും പാൻറ്റും ഇട്ട് കഴിഞ്ഞാൽ മറ്റൊരു സീറ്റ് വേണമെങ്കിൽ അവഹരിച്ച് നമുക്ക് ഇരിക്കാമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ പാൻറ്റ് ഷർട്ട് ഇടുന്നത്. അപ്പോൾ എന്ത് ആത്മീയതയാണെന്ന് ആലോചിച്ച് നോക്കിയേ. സഹിക്കാനും മറ്റുള്ളവർക്ക് ഇരിപ്പിടം കൊടുക്കാനും മറ്റുള്ളവരുടെ വസ്ത്രം ഇല്ലെങ്കിൽ അത് കൊടുക്കാനും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടവർക്ക് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാനുള്ള മനോഭാവം ഈ വൈദികർക്ക് ഉണ്ടാവുമോ? അപ്പോൾ അവരുടെ സ്വാർത്ഥ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജഡികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീവിത മാർഗമായിട്ടാണ് ദേവാലയത്തിൽ വൈദികരായിട്ട് കണക്കാക്കിയേക്കുന്നത്. അതിന് ചെയ്യാൻ പറ്റിയ പോലെ പറ്റിക്കൂടുന്ന ചില അവസരവാദികളാണ് അച്ഛന്മാരോട് നിൽക്കുന്നത്. അവരുടെ ആവശ്യങ്ങളല്ല ഈ വേടയിലും ഈ അധികാരത്തിലും കൊണ്ട്. ശരിക്കും വഞ്ചിക്കപ്പെടുകയും കബളിക്കപ്പെടുന്നത് യഥാർത്ഥ വിശ്വാസികളാണ്. ഇപ്പോഴും ജനാബ് കുർബാന വെക്കണണ്ട. യഥാർത്ഥ വിശ്വാസികൾ അക്രമ പാതയിലല്ല പോയിരിക്കണത്. അതുകൊണ്ട് എളുപ്പമാണത്. പാവങ്ങളാണ്.
ഏകീകൃത കുർബാനക്കാർ. അവർക്ക് നീതിയുടെ പക്ഷത്തും അനുസരണ പക്ഷത്തും നിൽക്കാനേ പറ്റുള്ളൂ. ഈ ഏകീകൃത കുർബാനക്കാർ, ആ വിശ്വാസികൾ. അതുകൊണ്ട് അക്രമത്തിൻ്റെ വഴികളിലേക്കൊന്നും അവർ പോകില്ല. അതുകൊണ്ട് എളുപ്പമാണ് ഉപദ്രവിക്കാനും ആക്രമിക്കാനും ഭീഷണിപ്പെടുത്താൻ ജനവിഭാഗക്കാർ, അനുസരണക്കേട് കാണിക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ വൈദികർ, യഥാർത്ഥ വൈദികർ, ശരിക്കും ആത്മീയചേതനയുള്ള വൈദികർ എത്ര ചെറുപ്പക്കാരാണെങ്കിലും ആ പരിശുദ്ധ വസ്ത്രം ഇട്ടുകൊണ്ടായിരിക്കുള്ളൂ. യാത്രയിലും ഒരു ബസ് യാത്രയാണെങ്കിലും ഏത് ഭവനത്തിലാണെങ്കിലും അത് തിരിച്ചൊരു അച്ഛനാണെന്ന് വന്നെന്ന് അറിയാൻ പറ്റും. എന്തിനു വന്നെന്ന് ആൾക്കാർ അറിയാൻ പറ്റും. മറ്റ് തലയിൽ തുണിയിട്ടിട്ട് വന്നവരെ കള്ളനെ പോലെ വന്നവരാണ് വസ്ത്രം മാറി വന്നത്. ഞാൻ എൻ്റെ മനസാക്ഷി വെച്ച് പറയണേ, ഇങ്ങനെ എത്രയോ പെണ്ണുങ്ങളെ വഴിയാതരാക്കിയിട്ട് എത്രയോ അച്ഛന്മാർ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ട് പെണ്ണുങ്ങളെ കെട്ടിപ്പോയേക്കണവരുണ്ട്. ഇതൊക്കെ വരെ അവസരവാദികളാണ്. അല്ലെങ്കിൽ ഇതറിയാത്ത അവർ ജനീയ സുഖത്തിന് സൗകര്യപ്പെടുത്തിക്കൊണ്ട് അവർ ഇന്നും സുഖലൂലുവായിട്ട് ജീവിക്കുന്ന എത്രയധികം വൈദികരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ കണ്ടും കേട്ടും പത്രങ്ങളിലെയും അല്ലാതെയൊക്കെ അറിയുന്ന കാര്യങ്ങൾ ഇഷ്ടം പോലെ ഇല്ലേ. അപ്പോൾ ഇതെല്ലാം വഴിവിട്ട ഒരു ഒരു അരാജകത്വമാണ് നമ്മുടെ സഭയിൽ വന്നേക്കണത്. ഭയങ്കര തെറ്റായതാണ്. ഇത് ഏത് കണ്ണുപൊട്ടനും അറിയാവുന്ന ഇതാണ്. ഇതൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ അധികാരം കയറി വന്നുകൊണ്ട് ഒരു അധികാരത്തിനും പവറില്ല. അത് കടിച്ചു കഴിഞ്ഞാൽ പിടിച്ചടക്കുന്ന വാരിക്കൂട്ടി ഇടിച്ചു കയറുന്ന അധികാരമാണത്. പിടിച്ചടക്കുന്ന വാരിക്കൂട്ടുന്ന ഇടിച്ചു കയറുന്ന അധികാരമാണ്. ന്യായം മാന്യതയിലും വെച്ച് കയറുന്ന അധികാരങ്ങളല്ല ഈ ബിഷപ്പ് സ്ഥാനവും ഈ വൈദിക സ്ഥാനമൊക്കെ. അവർ ചില ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് അയക്കണതാണ്. ചില ദുരുദ്ദേശം ഉണ്ടാവും, അവരുടെ സ്വാർത്ഥ ദുരുദ്ദേശങ്ങളുണ്ടാവും. അതിനാണ് വൈദികവും മെത്രാപ്പട്ടമൊക്കെ സ്വീകരിക്കണമെന്ന് എനിക്ക് ഇതിനകത്ത് ശരിയായ ബോധ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും ഈ വിഭൂതി ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തോട് അടുത്തിരുന്ന് പ്രാർത്ഥിക്കാനും ഈ ദിനം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ഒരിക്കലും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് ജോസ് വിജയൻ ദേവസി.